എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെഷനാണ്. അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സെഷനാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ന്യൂസ് ഇതിനു മുമ്പ് 23 ഫെബ്രുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. SC റെഫ്യൂസസ് ടു സ്റ്റേ ഈസി ഓർഡർ ഗിവിംഗ് സേന നെയിം ടു ഷിൻഡെ. ഇപ്പോൾ ശിവസേനയുടെ പേരും അതുപോലെ തന്നെ പാർട്ടി സിമ്പലും ഈ പുതിയ ഫാക്ഷൻ ലെഡ് ബൈ ഷിൻഡെ സെക്ഷന് കൊടുക്കുന്നതിന് ഉദ്ധവ് താക്കറെ ഒരു ഹർജി ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഹർജി കൊടുത്തിരുന്നു സുപ്രീം കോടതി. അത് തള്ളുകയാണ് ചെയ്തത്. SC റെഫ്യൂസസ് ടു സ്റ്റേ ഈസി ഓർഡർ ഗിവിംഗ് സേന നെയിം ടു ഷിൻഡെ. സേനക്ക് ആ പറയുന്ന പുതിയ സെക്ഷന് പാർട്ടി നെയിം അതുപോലെ തന്നെ സിമ്പലും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരുന്നു. ആ വേർഡിക്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഹർജി. അത് ആര് റെഫ്യൂസ് ചെയ്തിരിക്കുകയാണ്? സുപ്രീം കോടതി റെഫ്യൂസ്. CJI ഡിസ്മിസസ് ഉദ്ധവ് താക്കറേസ് ഫിയേഴ്സ് ദാറ്റ് ദ ഈസി ഓർഡർ വിൽ ഹാവ് എൻ ഇമ്പാക്ട് ഓൺ പ്രോപ്പർട്ടി, ബാങ്ക്സ് ആൻഡ് ബാങ്ക് അക്കൗണ്ട്സ്. എപെക്സ് കോർട്ട് ഗിവ്സ് 2 weeks ടു ഷിൻഡെ ആൻഡ് പോൾ പാനൽ ടു ഫയൽ ദ റെസ്പോൺസസ്. അപ്പോൾ എന്തായാലും ആ ഹർജി തള്ളി എന്നാണ് പറഞ്ഞിരുന്നത്. പൊളിറ്റിക്കൽ ന്യൂസാണ്, അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. ഇന്ത്യ റിമെയിൻസ് എ ബ്രൈറ്റ് സ്പോട്ട് ടു കോൺട്രിബ്യൂട്ട് 15% ഓഫ് ദ ഗ്ലോബൽ ഗ്രോത്ത് ഇൻ 2023. IMF ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് പറയുന്നത്. അതായത് ഇന്ത്യ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ തന്നെയാണ്. ഇന്ത്യ റിമെയിൻസ് എ ബ്രൈറ്റ് സ്പോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേൾഡ് എക്കോണമിയിൽ അല്ലെങ്കിൽ വേൾഡ് ഗ്രോത്തിൽ ഇന്ത്യൻ്റെ കോൺട്രിബ്യൂഷൻ 15% എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. India continue to remain a relative bright spot in the world economy and will alone contribute 15% of the global growth in 2023, the International Monetary Fund Managing Director Kristalina Georgieva said. അപ്പോൾ അവരുടെ ഒരു അനാലിസിസ് പ്രകാരം 15% ഗ്ലോബൽ ഗ്രോത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുന്നു. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇന്ത്യൻ ഇങ്ങനെ ഒരു രീതിയിലേക്ക് എക്സൽ ചെയ്യിപ്പിച്ചത് എന്നുള്ളതിൽ ഒന്ന്, ഈ പറയുന്ന വേൾഡ്സ് ഫിഫ്ത്ത് ലാർജസ്റ്റ് എക്കോണമിയാണ് ഇന്ത്യ. അതുപോലെ തന്നെ പാൻഡമിക്കിൻ്റെ എല്ലാം കാര്യത്തിൽ ഇന്ത്യ ഡിജിറ്റൈസേഷൻ വഴി വളരെയധികം കാര്യങ്ങൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പ്രൂഡൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ പോളിസി, ഭയങ്കരമായിട്ടുള്ള നല്ല ഫിസിക്കൽ പോളിസി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, നല്ല മോണിറ്ററി പോളിസി, ഇങ്ങനെയുള്ള പെർഫോമൻസസ് ആണ് ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ ഇനി ഈ വർഷവും ഗ്ലോബൽ ഗ്രോത്ത് ഈ സ്ലോ ഡൗൺ ചെയ്യുമെന്ന് പറഞ്ഞാലും 15% ഗ്ലോബൽ ഗ്രോത്തിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയാണ് എന്ന് പറയുന്നത്. ഇന്ത്യയാണ് അതിന് 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയും. അടുത്തത്, ഉത്തർപ്രദേശ് ടാർഗറ്റ്സ് 1 trillion എക്കോണമി വിത്ത് ഇറ്റ്സ് ബിഗ്ഗസ്റ്റ് എവർ ബഡ്ജറ്റ്. ഇപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അതിൽ UPയുടെ ബഡ്ജറ്റാണ് പറയുന്നത്. UPയുടെ ബഡ്ജറ്റിൽ ഏറ്റവും 1 trillion എക്കോണമിയാണ് എയിം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇറ്റ് ഇസ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ബിൽഡിംഗ് എ സെൽഫ് റിലയൻസ് സ്റ്റേറ്റ്. 110 of 130 promises in poll manifesto fulfilled, says CM ആദിത്യനാഥ്. ഓപ്പോസിഷൻ ടേം ബഡ്ജറ്റ് ഡയറക്ഷൻലെസ് ആൻഡ് ഫെയിലിയർ ഓൺ ഓൾ ഫ്രണ്ട്സ്. എല്ലാ രീതിയിലും ഫെയിലിയർ ആണെന്ന് ഓപ്പോസിഷൻ പറയുമ്പോഴും ഏറ്റവും ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റാണ് ഉത്തർപ്രദേശ് ടാർഗറ്റ്സ് 1 trillion എക്കോണമി. 1 trillion എക്കോണമി ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് ഫിനാൻസ് മിനിസ്റ്റർ സുരേഷ് ഖാന ഹാസ് സെറ്റ് ദ സ്റ്റേറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ടാർഗറ്റ് 10 lakh crore in the budget. 21,159 crore for construction, bridges, roads, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് 555 കോടി, 465 കോടി ഫോർ കാൺപൂർ ആൻഡ് ആഗ്ര മെട്രോ പ്രോജക്ട്സ്. 3,600 കോടി ടു പ്രൊവൈഡ് ടാബ്ലറ്റ് സ്മാർട്ട് ഫോൺസ് ടു സ്റ്റുഡൻസ് അണ്ടർ സ്വാമി വിവേകാനന്ദ യൂത്ത് എംപവർമെൻറ്റ് സ്കീം. 600 crore ഫോർ സാമൂഹിക് വിവാഹ സ്കീം ഫോർ മാരേജ് ഓഫ് ഗേൾസ് ആൻഡ് ഓൾ ക്ലാസസ്. 1,050 കോടി ഫോർ ചീഫ് മിനിസ്റ്റർ കന്യാ സുമംഗല യോജന. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിസ്റ്റ് ഉത്തർപ്രദേശിലെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട്. എഡിറ്റോറിയൽ ഉക്രൈൻ റഷ്യ വാറിനെ കുറിച്ചാണ്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എൻഡ് ദ വാർ ആസ് ദ വാർ ഇൻ ഉക്രൈൻ സീംസ് എൻഡ്ലെസ് ടോക്സ് ആർ ദ ഓൺലി വേ ഔട്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടോക്സ് അല്ലാതെ, സൗഹൃദപരമായ ടോക്സ് അല്ലാതെ മറ്റൊരു രക്ഷയില്ല. കാരണം രണ്ട് സൈഡും ബാക്ക് ഓഫ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ആസ് റഷ്യസ് വാർ ഇൻ ഉക്രൈൻ enters in second year, there are no signs of any side relenting. Moscow has mobilized some 5 lakh troops, more than twice the size of the forces it deployed to launch the invasion last February. It is widely accepted spring offensive. The West Kyiv means financial and military backer is sending armed vehicles, precision bombs, battle tanks and missile defense systems to Ukraine to bolster its defensive and offensive capacities അല്ലെങ്കിൽ capabilities. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? മോസ്കോ, അതായത് റഷ്യ ബാക്കോട്ടേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ഉക്രൈനെ ആരാണ് സഹായിക്കുന്നത്? വെസ്റ്റാണ് സഹായിക്കുന്നത്. കമ്പൈൻഡ് വെസ്റ്റാണ് സഹായിക്കുന്നത്. നാറ്റോ ആണ്. അല്ലെങ്കിൽ UK പറഞ്ഞിരിക്കുകയാണ് മുഴുവൻ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇംഗ്ലണ്ട്. അപ്പോൾ രണ്ട് സൈഡും വളരെ ശക്തമായിട്ട് തന്നെയാണ് രണ്ടാമത്തെ വർഷത്തിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വർഷമാണ് ഒരു വാർ. അപ്പോൾ ഇത്രയും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഈ പറയുന്ന സമയത്ത്, ഈ ജനറേഷനിൽ, അതായത് നമുക്കറിയാം യുണൈറ്റഡ് നേഷൻസ് ഉണ്ട്. ഒരു വേൾഡ് ഓർഡർ കീപ്പ് ചെയ്യാനാണ് യുണൈറ്റഡ് നേഷൻസ്. അപ്പോൾ അങ്ങനെ യുണൈറ്റഡ് നേഷൻസും മറ്റ് ഒരുപാട് മറ്റ മൾട്ടിലാറ്ററലായിട്ടുള്ള ഓർഗനൈസേഷൻസും സംഘടനകളും അതുപോലെ തന്നെ പീസ് കീപ്പിംഗ് ഓർഗനൈസേഷൻസൊക്കെ ഉണ്ടായിട്ടും ബൈലാറ്ററലായിട്ടുള്ള ടോക്സ് ആരും തന്നെ മീഡിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. However, despite the setbacks, no side is ready for talks എന്ന് പറയുന്നു. അതായത് ആരും സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു പീസ് ട്രീറ്റി വഴി ഈ പറയുന്ന
യുദ്ധം തീർക്കണമെന്നില്ല. ഇത് കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രൈസസ് എസ്കലേറ്റ് ചെയ്തു, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം കൂടി, അങ്ങനെ ഗ്ലോബൽ ലെവൽസിൽ ഒരുപാട് റാമിഫിക്കേഷൻസിൻ്റെ അർത്ഥം എന്താണ്? റിപ്പർക്കഷൻസ് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്നാണ് അർത്ഥം. അപ്പോൾ അത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും രണ്ട് സൈഡും ഒരു പീസ് ട്രീറ്റ് ഡീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ വന്ന് മീഡിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേൾഡ് ലീഡേഴ്സ് മീഡിയേറ്റ് ചെയ്ത് ഈ പ്രശ്നം തീർക്കലല്ലാതെ വേറൊരു രക്ഷ ഇല്ല എന്ന് പറയുന്നു. കാരണം രണ്ട് സൈഡും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഉക്രൈനിൻ്റെ മുകളിൽ റഷ്യ പെട്ടെന്ന് തന്നെ അധികാരം സ്ഥാപിക്കുമെന്ന് വിചാരിച്ചെങ്കിലും വെസ്റ്റ് ബാക്ക്ഡപ്പ് ആയതുകൊണ്ട്, വെസ്റ്റ് എന്ന് പറയുന്ന US അതുപോലെ തന്നെ നാറ്റോ പോലുള്ള ഡിഫൻസ് അലീസും ഉക്രൈനെ സഹായിക്കുന്നത് കാരണം ആംസും അമ്യൂണേഷൻസും സപ്ലൈ ചെയ്യാൻ ഉക്രൈനിന് ആൾക്കാരുള്ളത് കൊണ്ട് യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോകണം. രണ്ടാമത്തെ വർഷം അത് ഗ്ലോബൽ എക്കോണമിക്കും നല്ലതല്ല, ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒരു ഒരു പ്രൊഫൈൽ എന്ന രീതിയിലും നല്ലതല്ല. അപ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ, അധികം കാഷ്വാലിറ്റീസ് ഉണ്ടാവാതെ യുദ്ധം ടോക്ക് വഴി അല്ലെങ്കിൽ ഡിപ്ലോമസി വഴി പരിഹരിക്കണമെന്നാണ് പറയുന്നത്. ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ ഉണ്ട്. ഓൺലി ചിൽഡ്രൻ അബവ് 6 മസ്റ്റ് ഗെറ്റ് ക്ലാസ് 1 അഡ്മിഷൻ. ഗവൺമെൻറ് റിമൈൻഡർ ആഫ്റ്റർ സെവറൽ സ്റ്റേറ്റ്സ് കണ്ടിന്യൂ ഓൾഡ് പ്രാക്ടീസ് ഡിസ്പൈറ്റ് ദ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി. ന്യൂ റൂൾസ് വാസ് ഇംപ്ലിമെൻറ്റഡ് ഫോർ കേന്ദ്ര വിദ്യാലയ ലാസ്റ്റ് ഇയർ ഫോളോയിങ് വിത്ത് സം പാരൻസ് ചലഞ്ച് ഇറ്റ് ഇൻ സുപ്രീം കോർട്ട്. അപ്പോൾ 1 വയസ്സ് മുതൽ മാത്രം, ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ 6 വയസ്സാവുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. ഇത് മാൻഡേറ്ററി ഏജ് എന്ന് പറയുന്ന ഏജ് ലിമിറ്റ് 6 and above ആണ്. 6 and above ആയിരിക്കണം 1ാം ക്ലാസ് അഡ്മിഷൻ എന്ന് ഗവൺമെൻറ് പറയുന്നു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമാണ് പല സ്റ്റേറ്റുകളും അത് ആ ഗൈഡ് ലൈൻ പാലിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും അങ്ങനെ ഒരു ഗൈഡ് ലൈൻ നിർബന്ധമാക്കിക്കൊണ്ട് വന്നത്. സ്പോർട്സ് ന്യൂസാണ്. വുമൺ ഇൻ ബ്ലൂ സീക്ക് ടു ബറി ഗോസ്റ്റ് ഓഫ് ദ പാസ്റ്റ് എഗെയിൻസ്റ്റ് ഓസീസ്. ഓസീസ് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ ടീമാണ്. ഹർമൻപ്രീത് ആൻഡ് കോ need to be on top of the game in order to end the hot streak of Meg Lanning's side. India looks to go distance this time around after losing to Australia in the summit clash in the previous edition. കഴിഞ്ഞ എഡിഷനിൽ തോറ്റ പ്രതികാരം ഇപ്രാവശ്യം തീർക്കാൻ പറ്റണം. അത് ഒരു കാരണവശാലും അതൊരു ഹോണ്ടിങ് മെമ്മറി ആയിരിക്കരുത് എന്നാണ് പറയുന്നത്. വുമൺ ഇൻ ബ്ലൂ സീക്ക് ടു ബറി ദ ഗോസ്റ്റ് ഓഫ് ദ പാസ്റ്റ് അഗെയിൻസ്റ്റ് ഓസീസ്. അപ്പോൾ ഇന്ന് സെമിഫൈനലാണ്. 23-ാം തീയതിയാണ് സെമിഫൈനൽസ് ഉള്ളത്. ഓസ്ട്രേലിയ വേഴ്സസ് ഇന്ത്യ ആണ് ഒരു സെമിഫൈനൽ. ഫെബ്രുവരി 24-ലാണ് ഇംഗ്ലണ്ട് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഗ്രൂപ്പ് 2-ൽ രണ്ടാമതായിട്ടാണ് ഇന്ത്യ ഉള്ളത്. ടേബിളിൽ ഇന്ത്യ രണ്ടാമതാണ്. സെമിഫൈനൽ ക്വാളിഫിക്കേഷൻ രണ്ടാമതായിട്ടാണ് നേടിയത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് ഇത്രയാണ്. ബൈ, ടേക്ക് കെയർ.